അങ്കമാലി നഗരസഭ വഴിയില്ലാത്ത ചതുപ്പ് നിലം ഉദ്യോഗസ്ഥന്മാരെയും ജനപ്രതികളെയും തെറ്റിദ്ധരിപ്പിച്ച് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആക്ഷേപം നഗരസഭാ ഭരണ നേതൃത്വം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ മറികടക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നലെ അങ്കമാലിയുടെ ബഹുമാന്യായ നഗരസഭാ ചെയർമാൻ ഒരു പ്രസ് മീറ്റ് വിളിച്ചു ചേർക്കുകയുണ്ടായി. ആ പ്രസ് മീറ്റ് വിളിച്ചു ചേർത്തത് എന്തുകൊണ്ടും നന്നായി. കഴിഞ്ഞ 4 വർഷക്കാലത്തെ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ചാണ് നഗരസഭാ ചെയർമാൻ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. അങ്ങനെ വിശദീകരിക്കുമ്പോൾ എടുത്തു പറയത്തക്ക ഒരു വികസന പ്രവർത്തനവും അങ്കമാലി നഗരസഭയിൽ നടന്നിട്ടില്ല എന്നുള്ളത് നഗരസഭാ ചെയർമാൻ തന്നെ മാധ്യമങ്ങളോട് കൃത്യമായി വിശദീകരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിഞ്ഞത്. തന്നെയുമല്ല, ഞങ്ങൾ നിരന്തരം പറയുന്നത് പോലെ കഴിഞ്ഞ 2015-20 കാലത്തെ ഭരണസമിതി തുടങ്ങി വെച്ച വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്ന ഒരു സമീപനമാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നും ചെയർമാൻ്റെ പത്രസമ്മേളനത്തിലൂടെ വ്യക്തമായി പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിയും. ഇന്നലെ ചെയർമാൻ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് പീച്ചാനിക്കാട് SC ഫ്ലാറ്റ് നിർമ്മിച്ചു എന്നുള്ളതാണ്. 2015-20 കാലഘട്ടത്തിലെ LDFൻ്റെ ഭരണസമിതിയാണ് പീച്ചനേക്കാട് ചാക്കരപ്പറമ്പിൽ SC ഫ്ലാറ്റിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് 6 കുടുംബങ്ങൾക്ക് താമസിക്കുന്നതിന് വേണ്ടിയുള്ള ഫ്ലാറ്റ് അവിടെ പണിത് കൊടുത്തത്. അതിനുശേഷം വേറെ 6 പേർക്ക് ഭൂമിയും സ്ഥലവും വീടും ഇല്ലാത്ത 6 പേർക്ക് വീട് ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫ്ലാറ്റിൻ്റെ അടിത്തറ നിർമ്മാണം പൂർത്തീകരിച്ച് നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലാവധി പൂർത്തീകരിച്ചത്. അങ്ങനെ 20-ൽ അടിത്തറ പാകിയ SC ഫ്ലാറ്റ്, രണ്ടാമത്തെ SC ഫ്ലാറ്റ് ഈ ഭരണസമിതി വന്ന് 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് കൈമാറാൻ കഴിഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ കാര്യത്തിൽ 4 വർഷക്കാലം വൈകിപ്പിച്ചു എന്ന ഒരു നേട്ടം മാത്രമാണ് നഗരസഭയ്ക്ക് ആ കാര്യത്തിൽ ഉള്ളൂ. മറ്റൊരു കാര്യം പ്രധാനമായിട്ട് ചെയർമാൻ പറഞ്ഞത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ സ്ഥാപിച്ചു എന്നുള്ളതാണ്. നഗരസഭാ ചെയർമാൻ നഗരസഭാ കാര്യങ്ങൾ അറിയാത്തതാണോ അതല്ലെങ്കിൽ ആളുകളെ പറ്റിക്കുന്നതാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ ലില്ലി വർഗീസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്ത് ചെമ്പന്നൂർ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് സ്ഥാപിക്കുകയും അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയും ചെയ്തൊരു സ്ഥാപനമാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ. അപ്പോൾ അത് ചെയർമാൻ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മറ്റൊന്ന് പ്രധാനമായിട്ട് ചെയർമാൻ പറഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി. വഴിയോര വിശ്രമ കേന്ദ്രം, ദൂരസ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടി, വഴിയോരത്ത് വിശ്രമിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക്. അങ്കമാലി നഗരസഭ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ചിട്ടുള്ള, മുൻ ഭരണസമിതിയുടെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള ബസ് ഷെൽട്ടർ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. അവിടെ ഒരു ബോർഡ് പോലും ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. എവിടെയാണ് ടേക്ക് എ ബ്രേക്ക് എന്നുള്ള ഒരു ബോർഡ് പോലും സ്ഥാപിക്കാതെയാണ് ഈ പദ്ധതി യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന വിഭാവനം ചെയ്ത പോലെ അല്ല ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്. റോഡ് സൈഡിൽ വഴിയോരത്ത് തന്നെയാണ് ഇത് വേണ്ടത്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായി ബസ് സ്റ്റാൻഡിൻ്റെ അകത്താണ് വെച്ചിട്ടുള്ളത്. അവിടെ ഇപ്പോൾ അത് പ്രവർത്തനരഹിതമാണ്. തന്നെയല്ല, പട്ടി പ്രസവിച്ച് കിടക്കുന്ന ഒരു കേന്ദ്രമായി ഈ പറയുന്ന ടേക്ക് എ ബ്രേക്ക് സ്ഥലം മാറി. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ചെയർമാൻ പറഞ്ഞത് മാർക്കറ്റിൽ ETP ജലശുദ്ധീകരണ പ്ലാന്റും OWCയും സ്ഥാപിച്ചു എന്നുള്ളതാണ്. അത് യാഥാർത്ഥ്യമാണ്. എന്താണ് യാഥാർത്ഥ്യം? 1,20,00,000 രൂപ ചെലവ് ചെയ്ത് ജലം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഒരു പ്ലാന്റ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് മാർക്കറ്റിലെ അറവ് മാലിന്യങ്ങൾ വരുന്ന ജലങ്ങളെല്ലാം ശുദ്ധീകരിച്ച് മാഞ്ഞാലി പുഴയിലേക്ക് ഒഴുക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചൊരു പദ്ധതിയാണത്. എന്നാൽ അത് പ്രവർത്തനരഹിതമാണ്, അത് പ്രവർത്തിക്കുന്നില്ല. ഇപ്പോഴും മാഞ്ഞാലി തോട്ടിലേക്ക് ഭോപാലോട്ട ഗ്രേസി ദേവസി കൗൺസിലായിട്ടുള്ള പ്രദേശത്തിൽ കൂടെ ഒഴുകുന്ന വെള്ളം ഇപ്പോൾ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ചോരയും അറവ് മാലിന്യങ്ങളും എല്ലാം കൂടിയ അഴുക്ക് വെള്ളം ഇപ്പോഴും അതിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 50,000-ൽ പരം രൂപ ഈ ETPക്ക് വേണ്ടി, ജലശുദ്ധീകരണ പ്ലാന്റിന് വേണ്ടി ഇപ്പോഴും കറണ്ട് കാശ് കൊടുക്കുന്നുണ്ട്.
ഒരു തരത്തിലും ഉപകാരപ്രദമല്ലാത്ത ഒരു പദ്ധതി ആരുടെ തലയിൽ ഉദിച്ചതാണെന്ന് ഞങ്ങൾക്കറിയില്ല. അത് ജനങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ലാത്തൊരു പദ്ധതി ഇവർ നടപ്പാക്കിയിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ജനങ്ങൾക്ക് ഒരു തരത്തിലും ഉപകാരമില്ല. മറ്റൊന്ന് OWC, ഓർഗാനിക് വേസ്റ്റ് കൺവെർട്ടർ എന്ന് പറയുന്ന സ്ഥാപനം അവിടെ സ്ഥാപിച്ചു എന്ന് പറയുന്നു. കഴിഞ്ഞ കൗൺസിലിൽ ചെയർമാൻ തന്നെ പറഞ്ഞു അത് പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രം അവിടെ പ്രവർത്തിക്കുന്നില്ല. അവിടെ അത് കൂട്ടിവെച്ചിട്ട് മാർക്കറ്റിൽ അടിച്ചു വാരുന്ന കരിയിലയും മറ്റ് മാലിന്യങ്ങളും ചാക്കിൽ കെട്ടി സൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു OWC അവിടെ ഉണ്ട്. അത് പ്രവർത്തനരഹിതമാണ്. അത് ഇവരുടെ ഭരണ നേട്ടമായി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് ചെയർമാൻ വലിയ വികസന നേട്ടമായി പറഞ്ഞത് ഡയാലിസിസ് യൂണിറ്റിൻ്റെ കാര്യമാണ്. ഡയാലിസിസ് യൂണിറ്റിനുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചത് മുൻ ഭരണസമിതിയാണ്. അതിൻ്റെ എല്ലാ നടപടികളും പൂർത്തീകരിച്ച് ഭരണാനുമതി വാങ്ങി എല്ലാ നടപടികളും പൂർത്തീകരിച്ച ഒരു പദ്ധതി അത് UDFൻ്റെ പദ്ധതിയാണെന്ന് പറയണത്. 4 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമാണത് പ്രവർത്തിപ്പിച്ചത്. 4 വർഷക്കാലം അങ്കമാലി പ്രദേശത്ത് നമുക്കെല്ലാവർക്കും അറിയാം, നിരവധിയാർന്ന വൃക്ക രോഗികൾ സാമ്പത്തികമായി എല്ലാം വലിയ തരത്തിൽ പ്രയാസപ്പെടുകയാണ്. അത്തരം രോഗികളെ സഹായിക്കുന്ന ഒരു പദ്ധതി മുൻ LDF ഗവൺമെൻറ് ഭരണസമിതി നടപ്പാക്കിയ ഒരു പദ്ധതി. ആ പദ്ധതി യഥാർത്ഥത്തിൽ അട്ടിമറിക്കാനുള്ള എല്ലാ നീക്കവും ഇവർ നടത്തി. ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിരന്തര സമരത്തെ തുടർന്നും 4 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് അത് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞത്. ഉദ്ഘാടനം കഴിഞ്ഞ് 1.5 വർഷക്കാലം അത് അടച്ചിട്ടു. അപ്പോൾ അത് വൈകിപ്പിക്കുന്ന ഒരു സഹായം ആണ് ഇവരിപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. അതും ഇവരുടെ വലിയ നേട്ടമായി കണക്കാക്കുകയാണ്. പിന്നെ പറഞ്ഞത് ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ ഏർപ്പാടാക്കി എന്നാണ് പറഞ്ഞത്. ഒരു ഭരണസമിതിയുടെ നേട്ടം പറയുന്നത് ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ ഈടാക്കിയെന്നു. ഈ ചെയർമാൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത്? ഈ ഓട്ടോ വാങ്ങി ഹരിതകർമ്മസേനയ്ക്ക് ഒരു ഭരണസമിതി KPCC ഭാരവാഹിയും DCC ഭാരവാഹിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ അങ്കമാലിയിലെ പ്രബല നേതൃത്വം ഭരണം കൈയാളിയ ഒരു നഗരസഭയിൽ ഈ ഓട്ടോ അങ്കമാലി നഗരസഭയിൽ വാങ്ങി എന്നുള്ള ഒരു വലിയ നേട്ടമാണ് പറയുന്നത്. ISO സർട്ടിഫിക്കേഷൻ, അങ്കമാലി നഗരസഭ ISO സർട്ടിഫിക്കേഷൻ ഉള്ള നഗരസഭയാണ്. പണ്ടേ തുടങ്ങി എത്രയോ വർഷക്കാലമായി. ISO സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും എന്തോ വലിയ വികസനം നടത്തിയിട്ടുള്ള കാര്യമാണെന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു വികസനമല്ല. അതിൻ്റെ ഫ്രണ്ട് ഓഫീസ്, ഫയലുകൾ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ കൃത്യമായി നടക്കുന്ന കാര്യത്തിലാണ് ISO സർട്ടിഫിക്കേഷൻ കിട്ടുന്നത്. വികസനത്തിൻ്റെ സൂചിക നോക്കി മാർക്കിട്ട് കൊടുക്കുന്ന കാര്യമല്ല ISO സർട്ടിഫിക്കേഷൻ. ഇത് അങ്കമാലി നഗരസഭയ്ക്ക് പണ്ടേ ISO സർട്ടിഫിക്കേഷൻ ഉള്ള കാര്യമാണ്. ഇതും ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നൊരു കാര്യമാണ്. മറ്റൊന്ന് ഇന്നലെ ചെയർമാൻ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറഞ്ഞത് 107% പദ്ധതി വീതം ചെലവഴിച്ചെന്നുള്ളതാണ്. നമ്മളെല്ലാം മാർക്ക് നോക്കുന്നത് ശതമാനം നോക്കുന്നത് 100-ലാണ്. ഇത് 107%. അപ്പോൾ എത്ര ശതമാനത്തിലാണ് ഈ 107 വന്നു എന്നുള്ള സംബന്ധിച്ച് ചെയർമാൻ പറയണം. ഇത് ഈ ഭരണസമിതിയുടെ കഴിവുകേടിൻ്റെ ഭാഗമായി സ്പില്ലോവറായി വന്ന പദ്ധതികളാണ്. അതായത് കഴിഞ്ഞ വർഷങ്ങൾ നടപ്പാക്കാതിരുന്ന പദ്ധതികൾ, ആ പദ്ധതികൾ ഇപ്പോൾ നടപ്പാക്കി. അങ്ങനെയാണ് സ്പില്ലോവർ പദ്ധതി എന്ന് പറയുന്നത്. ആ സ്പില്ലോവർ പദ്ധതി നടപ്പാക്കിയതും വലിയ നേട്ടമായി നഗരസഭാ ചെയർമാൻ പത്രങ്ങളോട് വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. മറ്റൊന്ന് MCFും ടർഫ് കോട്ടും ഇവർ നടപ്പാക്കിയെന്ന് പറയുക. വിവരക്കേടെന്ന് പറഞ്ഞാൽ ഇതിലും വലിയ വേറെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് പറയാനായിട്ട്? MCF കഴിഞ്ഞ LDF ഭരണസമിതിയാണ് അയ്യായിപ്പാടത്ത് നടപ്പാക്കിയത്. ആ പദ്ധതി 2018 നവംബർ മാസം 1-ാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അങ്കമാലി നഗരസഭയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള സംഘം അയ്യായിപ്പാടത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ നിന്നുള്ള കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ ഈ പദ്ധതിക്കെതിരെ അവിടെ കരിങ്കൊടി വീശി പ്രതിഷേധിക്കുന്ന അവസ്ഥ വന്നു. അപ്പോൾ അന്ന് ആ പരിപാടി നമ്മൾ മാറ്റിവെക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഇവർ ഇടതുപക്ഷം കൊണ്ടുവന്ന ഈ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമമാണ് അന്നത്തെ കോൺഗ്രസ് നടത്തിയത്. തന്നെയുമല്ല, അന്നവിടെ MCF യാഥാർത്ഥ്യമാക്കുകയും ടർഫ് കോട്ട് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തത് മുൻ ഭരണസമിതിയാണ്. അതിൻ്റെയും പിതൃത്വം 8 മമ്മൂഞ്ഞിൻ്റെ പോലെ ഏറ്റെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നഗരസഭ ചെയർമാൻ മാറുകയാണ്. കതിരണിയാൻ നെൽപ്പാടം 100 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തു എന്ന് പറയണത്. എന്തിനാ ഇങ്ങനെ വിവരക്കേട് വിളിച്ച് പറയുന്നത്? സംസ്ഥാന സർക്കാരിൻ്റെ കൃഷി വകുപ്പ് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണത്. നഗരസഭയ്ക്ക് അതിനകത്തൊരു ഫണ്ട് ചെലവില്ല. എന്നിട്ട് ആകെ 26 ഏക്കർ സ്ഥലത്താണ് കൃഷി നടത്തിയത്. 100 ഏക്കറിൽ കതിരണിയാൻ നെൽകൃഷി നടത്തിയെന്ന് പറയണത്. എത്ര സ്ഥലത്ത് വിളവെടുത്തത്? 26 ഏക്കറിൽ മാത്രമാണ് കൃഷി ഇറക്കിയത്. അതിൽ തുലവും തുച്ഛമായ സ്ഥലത്ത് മാത്രമാണ് വിളവെടുത്തിട്ടുള്ളത്. അതും ഇവരുടെ ഒരു നേട്ടമായിട്ടാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാലിന്യ സംസ്കരണത്തിന് വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ബയോബിൻ നൽകിയ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ നൽകിയിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങൾക്ക് വേറെ ആക്ഷേപമില്ല. ആ നൽകിയ ബയോബിന്നുകൾ പല വീടുകളിലും അരിയിട്ട് വയ്ക്കാനും തുണിയിട്ട് വയ്ക്കാനുമാണ് ഉപയോഗിക്കുന്നത്. ജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി വീടിൻ്റെ അകത്ത് സംസ്കരിക്കുന്നതിന് വേണ്ടി കൊടുത്ത ബിന്നുകളാണ്. അത് ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല ഉപയോഗിക്കുന്നത്. അത് വിതരണം ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് വലിയ നേട്ടമായി കണക്കാക്കേണ്ട ഒരു കാര്യമില്ല.
മറ്റൊന്ന് പറഞ്ഞത് ചെയർമാൻ്റെ ദുരിതാശ്വാസ നിധി 3-ാം വട്ടം വിതരണം ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ നഗരസഭാ കൗൺസിലിൽ കൃത്യമായി ചർച്ച നടത്താതെയാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കിയത്. എങ്ങനെയാണ് ഈ ഫണ്ട് ശേഖരിക്കുന്നത്? അതിൻ്റെ കൃത്യമായ ഒരു കണക്ക് പോലും ഇതുവരെ ഇവർ പുറത്തുവിട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് എടുക്കാനും നമ്പറിങ്ങിനുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ വരുന്ന ആളുകളെ, ഗുണഭോക്താക്കളെ സെക്രട്ടറി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനൊരു കാര്യം നഗരസഭാ ചെയർമാൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് അടയ്ക്കണമെന്ന് നിർബന്ധിപ്പിച്ച് പറഞ്ഞ് അങ്ങനെ ഫണ്ട് വാങ്ങി ആണ് ഈ പണം കൊടുക്കുന്നത്. അത് ഒരു പരിധിവരെ കോൺഗ്രസിൻ്റെ തൽപര കക്ഷികളായിട്ടുള്ള ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക്, അർഹരായ ആളുകൾക്ക് ഈ പണം കൊടുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല. എന്നാൽ അതിന് സുതാര്യതയില്ലാതെയാണ് ഈ കാര്യം നടന്നത്. ഇവർക്ക് അങ്ങനെ ഇത് കൊടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇവരിപ്പോൾ 4 വർഷക്കാലം കഴിഞ്ഞല്ലോ, എന്തുകൊണ്ട് അവസാന നാളിലേക്ക് ഇത് മാറ്റിവെച്ചു? അപ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം വലിയ തരത്തിലുള്ള ആശങ്ക നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ഗതാഗതക്കുരുക്ക്. നമുക്കറിയാം, അങ്കമാലി പട്ടണം അതിഗുരുതരമായിട്ടുള്ള ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുകയാണ്. ഇവിടെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ചു ചേർക്കുന്നതിനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു ചേർക്കുന്നതിനോ ഈ ഗതാഗതക്കുരുക്ക് ഇപ്പോൾ ഉത്സവ സമയം വരെയാണ്. അങ്കമാലിയിൽ വന്നു കഴിഞ്ഞാൽ കുപ്പിക്കഴുത്തിൽ വന്ന് പെട്ട മാതിരിയാണ്. ഒരാൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അതീവ ഗുരുതരമാണ് അങ്കമാലി പട്ടണത്തിൽ ഗതാഗതക്കുരുക്ക്. എന്താണ് അങ്കമാലി പട്ടണത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുവാൻ ഈ ഭരണസമിതി വന്നതിന് ശേഷം നടപ്പാക്കിയിട്ടുള്ള പദ്ധതികൾ? ഒന്നും ഇവർക്ക് വിശദീകരിക്കാൻ കഴിയില്ല. വഴിയോര കച്ചവടം ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു ദിവസം ചെയർമാനും സെക്രട്ടറിയും ഉദ്യോഗസ്ഥന്മാരും കൂടി ഓടിപ്പോയി വഴിയോരത്ത് കിടന്ന തട്ടുകടകളെല്ലാം എടുത്ത് മുനിസിപ്പാലിറ്റി കൊണ്ടുവന്നിട്ടു. ഞങ്ങൾ അന്ന് പറഞ്ഞു, ഇത് ദീർഘവീക്ഷണമില്ലാത്തൊരു പദ്ധതിയാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇതിന് നിയമ ഉപദേശം തേടേണ്ടതുണ്ട്. നിയമസാധ്യതയില്ലാത്തൊരു കാര്യത്തിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മളതിനകത്ത് നാണം കെടേണ്ടി വരും എന്ന് പറഞ്ഞു. എല്ലാം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ കൗൺസിലർമാരെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് അന്ന് ഈ പറയുന്ന വഴിയോര കച്ചവടം ഒഴിവാക്കാൻ പോയത്. ഇപ്പോൾ വീണ്ടും കോടതി നിർദ്ദേശപ്രകാരം ഈ വഴിയോര കച്ചവടക്കാരെ അതേ സ്ഥലത്ത് തന്നെ പുനഃസ്ഥാപിക്കേണ്ടെന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ ഞങ്ങളീ പറഞ്ഞു വന്ന കാര്യങ്ങൾ കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഒരു വിശദീകരണവും, തൃപ്തികരമായിട്ടുള്ള ഒരു വിശദീകരണവും ഞങ്ങൾക്കെന്നല്ല പൊതുസമൂഹത്തിന് കൊടുക്കുവാൻ ബഹുമാനായ നഗരസഭാ ചെയർമാന് സാധിച്ചിട്ടില്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ നവമാധ്യമങ്ങളിൽ കൂടി ഞങ്ങൾ ബഹുമാനപ്പെട്ട ചെയർമാനെ പരസ്യ സംവാദത്തിന് സ്വാഗതം ചെയ്യുകയാണ്. പരസ്യമായി സംവദിക്കാൻ അങ്കമാലി നഗരസഭയിൽ 2015-20 കാലഘട്ടത്തിൽ LDF ഭരണസമിതി നടപ്പാക്കിയ കാര്യം 14-15 സമയത്ത് ബഹുമാനായ മുൻ നഗരസഭാ ചെയർമാൻ ബെന്നി മൂഞ്ഞേരിയുടെ സമയത്ത് ഒറ്റ വർഷക്കാലം കൊണ്ട് അങ്കമാലി നഗരസഭയിൽ നടപ്പാക്കിയ വികസനം, ആ വികസന പ്രവർത്തനമാണ് ഒരു 14-15 വർഷത്തിൽ നടപ്പാക്കിയ വികസനമാണ് യഥാർത്ഥത്തിൽ 15-20 സമയത്ത് അങ്കമാലിയിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനെനിക്ക് ഭരണം ലഭിക്കാനുള്ള കാരണം. അപ്പോൾ അങ്ങനെ നിരവധിയാർന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ച ഒരു ഭരണസമിതിയാണ് നിലവിൽ അങ്കമാലിയിലുള്ളത്. ആ ഭരണസമിതി നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തുടങ്ങി വെച്ച പദ്ധതികൾ അട്ടിമറിക്കുന്ന, അതല്ലെങ്കിൽ ഇവരെന്തുകൊണ്ട് ഇത് നടപ്പാക്കുന്നില്ല? ഇപ്പോൾ ഈ പറയുന്ന സ്ഥലം വാങ്ങിയാൽ ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ഇതിനകത്ത് നടന്നിട്ടുള്ളത് വലിയ തരത്തിലുള്ള കുതിര കച്ചവടമാണ്, വലിയ തരത്തിലുള്ള അഴിമതി ഭൂമി വാങ്ങലുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ 4.5 വർഷം എത്താൻ നോക്കുന്നത് ഈ ഭൂമി വാങ്ങാനായിട്ട്? വികസന പ്രവർത്തനം നടത്താനാണെങ്കിൽ ഇവർ തന്നെയല്ലേ ഈ പറയുന്ന ചെയർമാൻ ഉൾപ്പെടെയുള്ള ഭരണസമിതിയാണല്ലോ ഇതിനും കൂടെ ഭരിച്ചത്, അവരതിനകത്ത് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവർ ഓരോരുത്തരും മാറി ഞാനുള്ളപ്പോൾ നടത്താം, ഞാനാണ് കേമൻ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും കാലം വെറുതെ പാഴാക്കി. 4.5 വർഷക്കാലത്തെ വികസന നേട്ടങ്ങൾ ഒന്നും എടുത്തു പറയാനില്ല. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. അത് കഴിഞ്ഞ ഭരണസമിതി ചെയ്ത നേട്ടങ്ങൾ പറഞ്ഞാൽ ഈ ഭരണസമിതിയുടെ കോട്ടങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാവും. ഏറ്റവും പ്രധാനമായിട്ട് അങ്കമാലി നഗരസഭ 2015-20 കാലഘട്ടത്തിൽ നടപ്പാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി ലൈഫ് ഭവന പദ്ധതി. വീടും സ്ഥലവും ഇല്ലാത്ത, വഴിയോരത്ത് താമസിക്കുന്ന, തിണ്ണയിൽ കിടന്നുറങ്ങുന്ന, അന്തി ഉറങ്ങാൻ കിടപ്പാടമില്ലാത്ത ആളുകൾക്ക് സംസ്ഥാന ഗവൺമെൻറ് ആവിഷ്കരിച്ച ഒരു പ്രധാന പദ്ധതിയാണ് ലൈഫ് ഭവനം. അങ്ങനെ ലൈഫ് ഭവന പദ്ധതി അങ്കമാലി വേങ്ങൂരിൽ 10-ാം വാർഡിൽ വളരെ സുതാര്യമായി നമ്മൾ പണിയുകയും ബഹുമാനായ കേരളത്തിൻ്റെ സമാരാധനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അങ്കമാലിയിൽ വന്ന് ഉദ്ഘാടനം ചെയ്തൊരു പദ്ധതിയാണ്. 12 കുടുംബങ്ങളെയാണ് അവിടെ താമസിപ്പിച്ചത്. അതിൽ മേനാച്ചേരി ഏലിയ പാപ്പു ദമ്പതികൾ നഗരസഭയ്ക്ക് സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്ത് അങ്ങനെ ഒരു മാതൃകാ ഭവനം, ശാന്തി ഭവനം പണിത് 12 കുടുംബങ്ങളെ നമ്മളോട് താമസിപ്പിച്ചു. ഈ ഭരണസമിതി ഒന്നിനു ശേഷം
ബഹുമാനായ റെജി മാത്യു ചെയർമാനായിരിക്കുന്ന കാലയളവിൽ 9-ാം വാർഡ് വളവഴിയിൽ ഈ ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി മറ്റൊരു ഫ്ലാറ്റ് പണിയാൻ തറക്കല്ലിട്ടു. ബഹുമാനായ അങ്കമാലിയുടെ MLA ആണ് അവിടെ വന്ന് തറക്കല്ലിട്ടത്. തറക്കല്ലിട്ടിട്ട് ഇപ്പോൾ 3 വർഷം പിന്നിട്ടു. എന്തേ അവിടെ ഒരു കല്ലെടുത്ത് വയ്ക്കാൻ കഴിയുന്നില്ല? ബഹുമാനായ റോജി എം ജോൺ MLA തറക്കല്ലിട്ട ഒരു സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഈ ലൈഫ് ഭവന പദ്ധതി പൂർത്തീകരിക്കാൻ ഇവർക്ക് കഴിയാത്തത്? എന്താണ് ഇവരെ നയിക്കുന്ന ചേതോ വികാരം? പാവപ്പെട്ട ആളുകളെ വെല്ലുവിളിക്കുന്നതിൻ്റെ ഭാഗമായാണോ, അതോ ഈ ലൈഫ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും LDF അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മുഖം തെളിഞ്ഞു വരും, അതുകൊണ്ട് അങ്ങനെ LDF ഗവൺമെൻറ് നേരത്തെ പറഞ്ഞു പട്ടികജാതി ഭവന സമുച്ചയം ഞങ്ങളുടെ സമയത്തുള്ള വലിയൊരു നേട്ടമാണ്. മുനിസിപ്പൽ പാർക്ക് ബഹുമാനായ മുൻ ചെയർമാൻ്റെ സമയത്താണ് ആ സ്ഥലം നഗരസഭയ്ക്ക് സൗജന്യമായി വിട്ടുകിട്ടി അവിടെ വലിയ തരത്തിൽ മുനിസിപ്പൽ പാർക്ക് നമ്മൾ പണിതു. MCF കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് പണിതാണ്. ടറഫ് കോർട്ട് മുൻ ഭരണസമിതിയുടെ കാലത്ത് പണിതാണ്. അക്കിത്തം ഓപ്പൺ എയർ സ്റ്റേഡിയം മുൻ ഭരണസമിതി കാലത്ത് പണിതാണ്. മാമോഗ്രാം യൂണിറ്റ് അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ മുൻ ഭരണസമിതിയുടെ കാലത്ത് പണിതാണ്. അൾട്രാസൗണ്ട് സ്കാനിംഗ് സെൻറ്റർ മുൻ ഭരണസമിതിയുടെ കാലത്ത് പണിതാണ്. അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് മുൻ ഭരണസമിതിയുടെ കാലത്ത് പണിതാണ്. കോൺഫറൻസ് ഹാൾ മുൻ ഭരണസമിതി യാഥാർത്ഥ്യമാക്കിയതാണ്. OP വിഭാഗം നവീകരണം വിപുലീകരണം താലൂക്ക് ആശുപത്രിയിൽ മുൻ ഭരണസമിതിയുടെ കാലത്ത് നടന്നതാണ്. ഡയാലിസിസ് യൂണിറ്റ് LDF വിഭാവനം ചെയ്ത പദ്ധതിയാണ്. RO പ്ലാന്റ് LDF വിഭാവനം ചെയ്ത പദ്ധതിയാണ്. ശീതീകരിച്ച പ്രസവ വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ, മാതൃശിശു സംരക്ഷണ യൂണിറ്റ് ഇതെല്ലാം മുൻ ഭരണസമിതിയുടെ കാലത്ത് താലൂക്ക് ആശുപത്രി നടപ്പാക്കിയ വികസനമാണ്. ചെമ്പന്നൂർ നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ മുൻ ഭരണസമിതിയുടെ സംഭാവനയാണ്. ക്ഷീര കർഷകർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി ആനുകൂല്യം നൽകുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് രണ്ടാമത്തെ നഗരസഭയാണ് ഈ നിലയിൽ 100 ദിവസം 10 ലിറ്റർ പാൽ വീതം അളന്നു കഴിഞ്ഞാൽ 32,000 രൂപ ആനുകൂല്യം കൊടുക്കുന്നൊരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയ രണ്ടാമത്തെ നഗരസഭ അങ്കമാലിയിലാണ്. ആ പദ്ധതി ഒരു അട്ടിമറിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി PMA ഗുണഭോക്താക്കൾക്ക് സൗജന്യമായി ഹോളോ ബ്രിക്സ് കൊടുക്കുന്ന പദ്ധതി സംസ്ഥാനത്ത് ആദ്യമായി നടപ്പാക്കിയത് അങ്കമാലിയിലാണ്. ഇപ്പോൾ പദ്ധതി അട്ടിമറിച്ചു. വിശപ്പ് രഹിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്തെ ആദ്യ ജനകീയ ഹോട്ടൽ അങ്കമാലിയിൽ സ്ഥാപിച്ച് ഇപ്പോഴും വളരെ ഭംഗിയായി പോവുകയാണ്. LDF ഭരണസമിതിയുടെ സംഭാവനയാണ്. മറ്റൊന്ന് ഇതിൻ്റെ എല്ലാ ഭാഗമായി താലൂക്ക് ആശുപത്രിയിൽ നടത്തിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് ആർദ്രം പുരസ്കാരം സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്നും മികച്ച ആരോഗ്യരംഗത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആർദ്രം പുരസ്കാരം 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും സംസ്ഥാന മുഖ്യമന്ത്രിയിൽ നിന്നും അന്നത്തെ മുനിസിപ്പൽ ചെയർമാൻ നേടുകയുണ്ടായി. ഒപ്പം തന്നെ ചെത്തിക്കോട് സ്മാർട്ട് അംഗനവാടിക്ക് വേണ്ടി സ്ഥലം വാങ്ങി. നഗരസഭയിൽ മുൻ നിയമസഭാ സ്പീക്കർ AP കുര്യൻ്റെ സ്മരണാർത്ഥം ഒരു ഓഡിറ്റോറിയം മുകളിൽ സ്ഥാപിച്ചു. ഭിന്നശേഷി കുട്ടികൾക്കായി നായത്തോട് റീഹാബിലിറ്റേഷൻ സെൻറ്റർ വലിയ ഒരു പദ്ധതിയായിരുന്നു അത്. പോലീസ് സ്റ്റേഷന് സമീപം കോടികൾ വില വരുന്ന 52 സെൻറ്റ് സ്ഥലം നഗരസഭയ്ക്ക് സൗജന്യമായി ലഭ്യമാക്കി. നിരന്തര ഇടപെടലിനെ തുടർന്ന് പീച്ചനിക്കാട് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കി. മൊബൈൽ ക്രിമറ്റോറിയം യാഥാർത്ഥ്യമാക്കി. സർക്കാർ സ്കൂളുകളിൽ കോടികൾ ചെലവഴിച്ച് കെട്ടിട നവീകരണം, വാട്ടർ ATM കുടിവെള്ളം കിട്ടുന്നതിന് വേണ്ടി വാട്ടർ ATM വിവിധങ്ങളായ പ്രദേശങ്ങൾ സ്ഥാപിച്ചു. അതെല്ലാം ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. ചെമ്പന്നൂർ തലിച്ചുനിര കൃഷി ആരംഭിച്ചത് മുൻ ഭരണസമിതിയാണ്. താലൂക്ക് ആശുപത്രിയിൽ ഫ്രീസിംഗ് യൂണിറ്റ് നടപ്പാക്കിയത് മുൻ ഭരണസമിതിയാണ്. അപ്പോൾ ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത നിരവധിയാർന്ന വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ കൃത്യമായി കണക്ക് വെച്ച് പറയുന്നത്, അതല്ലാതെ പുകമറ സൃഷ്ടിച്ചല്ല ഒരു കാര്യം പറയണത്. അപ്പോൾ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് മുൻ ഭരണസമിതി നടപ്പാക്കിയത്. ഒപ്പം തന്നെ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് 6 കോടിയിൽ പരം രൂപ ചെലവ് ചെയ്ത് താലൂക്ക് ആശുപത്രിയുടെ മുഖച്ഛായ മാറ്റിക്കൊണ്ട് വലിയ തരത്തിലുള്ള ബൃഹത്തായ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കെട്ടിടം അവിടെ പൊങ്ങിവരികയാണ്. ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്, കഴിഞ്ഞ ഭരണസമിതി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നിസ്സാരമായി കാണേണ്ടതില്ല. മഹാമാരിയും മഴക്കെടുതിയും മഹാപ്രളയവും എല്ലാം ബാധിച്ച് നിരവധി ആർന്ന ഫണ്ട് നമുക്ക് ലഭിക്കാൻ ഉണ്ടായിരുന്ന ഫണ്ട് വരെ ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ പോലും ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ജനോപകാരമായ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും നടപ്പിലാക്കുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവർക്ക് ഈ ഒരു ബാധ്യത ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ആകെ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ മറ്റൊന്നും സംസാരിക്കാനായിട്ട് പഠനം അവസാനിപ്പിക്കുകയാണ്. എന്തായാലും അത്യാവശ്യം കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ ഇന്നലെ ചെയർമാൻ പറഞ്ഞു അവിടുത്തെ കുടിമരത്തെ സംബന്ധിച്ചും ഗേറ്റിനെ സംബന്ധിച്ചും LDFന് ആക്ഷേപമുണ്ട്. മറ്റ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് ആർച്ചോ ഗേറ്റോ ആനയോ കുതിരയോ എന്തുകൊണ്ട് വാങ്ങിച്ചോട്ടെ, ഞങ്ങൾക്കൊരു ആക്ഷേപമില്ല. ഇവിടെ എന്താണ് പ്രശ്നം?
ഇത്തരത്തിലുള്ള ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ അട്ടിമറിക്കുകയും ഇവർ കുറേ പോഷ് അങ്കമാലി നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നഗരസഭാ ചെയർമാൻ PA വെച്ചത്. അങ്കമാലി നഗരസഭ ഇതിനു മുമ്പ് ഒരു നഗരസഭാ ചെയർമാനും വെച്ചിട്ടില്ല. അങ്കമാലി നഗരസഭയിൽ ചെയർമാന് പേഴ്സണൽ അസിസ്റ്റൻറ്റ് വെച്ച് ഒരു വർഷം ലക്ഷങ്ങളാണ് ശമ്പളമായി കൊടുത്തത്. നിങ്ങൾ വിവരാവശ്യം വെച്ച് അവിടെ ചോദിച്ചാൽ കിട്ടുമത്. ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. ഇവിടെ ചെയർമാൻ്റെ ക്യാബിൻ ഇപ്പോൾ 5 സ്റ്റീലാണ്. ഇപ്പോൾ നഗരസഭാ ചെയർമാൻ്റെ ക്യാബിൻ AC ആക്കണം, ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ട് ചെയർമാനും മറ്റുള്ള ആളുകളൊക്കെ കുടിവെച്ച കാറിൽ AC ഇട്ട് നടന്നോട്ടെ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ ഇതൊന്നും ചെയ്യാതെ ജനങ്ങളെ കബളിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഈ ഭരണസമിതിയുടെ പോക്ക്. തീർച്ചയായും ഇന്നലെ ബഹുമാനായ നഗരസഭാ ചെയർമാൻ ഇത്തരത്തിൽ പത്രസമ്മേളനം നടത്തി ഈ കാര്യങ്ങൾ പറഞ്ഞത് നന്നായി. അതുകൊണ്ട് ഈ 4 വർഷക്കാലം അങ്കമാലിയിൽ നടന്നത് എന്താണെന്ന് സംബന്ധിച്ച് ഞങ്ങൾക്ക് ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ഒരു അവസരം കിട്ടി. ഇനിയും നഗരസഭാ ചെയർമാൻ പത്രസമ്മേളനം നടത്തണം. അങ്ങനെ നടത്തുമ്പോൾ ഞങ്ങൾ സ്നേഹത്തോടു കൂടി ഒരു വെല്ലുവിളിക്ക് ഞങ്ങളില്ല. ഞങ്ങളൊക്കെ ഈ അങ്കമാലിൽ ഈ പ്രദേശത്ത് സാധാരണ രാഷ്ട്രീയപ്രവർത്തനം നടത്തുന്ന സാധാരണക്കാരാണ്. ഇവരൊക്കെ വലിയ KPC നേതാക്കന്മാരൊക്കെയാണ്. ഈ അവഹേളനം നടത്തിക്കൊണ്ടുള്ള പത്രസമ്മേളനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ മാറ്റിവെച്ച് ഒരു പരസ്യ സംവാദനത്തിന് ചെയർമാൻ പറയുന്ന സ്ഥലത്ത് സമയത്ത് CSAയിലോ മുനിസിപ്പാലിറ്റിയിലോ ഇനി TV-യിലോ എവിടെ വേണമെങ്കിലും ചെയർമാൻ വിളിച്ചോട്ടെ. ഞങ്ങൾ ഈ രേഖകൾ സഹിതം വന്ന് ചെയർമാനൊപ്പം സ്നേഹത്തോടു കൂടി സംവാദം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഇത്തരത്തിലുള്ള ഈ മുട്ടാപ്പോക്കും ഈ അഹങ്കാരവും മാറ്റിവെച്ച് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഇനിയിപ്പോൾ ആകെ നിസ്സാര ദിവസം മാത്രമാണ് ഈ ഭരണസമിതിയുടെ കാലാവധി ഉള്ളൂ. ആ കാലാവധിക്കുള്ളിൽ ഇപ്പോൾ ഇവർക്ക് ഇനിയിപ്പോൾ ആകെ ചെയ്യാനുള്ളത് അവിടെ ആർച്ച് വെച്ചതിൻ്റെ ഭാഗമായി ഒരു മാർബിളിൽ കല്ല് കുത്തി ചെയർമാൻ്റെ പേര് വയ്ക്കും. പിന്നെ ഈ പറയുന്ന നമ്മുടെ കൊടിമരത്തിൻ്റെ അവിടെയും ഒരു കാല് വെച്ച് അവിടെയും ഒരു മാർബിൾ കുത്തിവെച്ച് ഈ പേര് സ്ഥാപിക്കാനുള്ള ദ്രുതഗതിയിലുള്ളൊരു ഏർപ്പാടാണ് നടക്കുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട മുൻ ചെയർമാൻ ബെന്നി മുഞ്ഞിലിയോട് വിശദീകരിക്കും.